students, welcome back to Students Learnhouse. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10th യൂണിറ്റ് 3 ആയ ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനിലെ ലാസ്റ്റ് 2 സ്റ്റാൻസേഴ്സ് ആണ്. പിന്നെ തുടർന്നുള്ള ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസും. ഈ പോയത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലാസ്റ്റ് 2 സ്റ്റാൻസ നമുക്ക് നോക്കാം. He who hath made the night of stars for souls who tear and bleed, send one of his great angels down to help me in my need. He who is wrapped in purple robes with planet in his care, had pity on the list of things asleep upon a chair. നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ഈ സ്റ്റാൻസ വായിക്കാം. He who hath made the night of stars for soul who tear and bleed, send one of this great angel down to help me in my need. സ്റ്റാൻസയുടെ മീനിങ് നോക്കാം. The God who made beautiful and peaceful starry nights and an angel in the form of the priest to do all the service for the sick man. ദൈവം നല്ല ഭംഗിയുള്ള സമാധാനമുള്ള ഒരു നക്ഷത്രം കൊണ്ട് നിറഞ്ഞ ഒരു രാത്രി ഉണ്ടാക്കി. എന്നിട്ട് ഒരു മാലാഖയെ ആ വയ്യാത്ത ആളുടെ അടുത്തേക്ക് അയക്കുകയും അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിലെ കർമ്മങ്ങളൊക്കെ ആ മാലാഖയെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു. Thus the merciful God helped the old tired priest. അങ്ങനെ ദയുള്ള ദൈവം പ്രായം ചെന്ന ക്ഷീണിതനായ ആ പുരോഹിതനെ സഹായിച്ചു. വേർഡ് മീനിങ് hath made means has made, ചെയ്യുക എന്നാണ് അർത്ഥം. Last stanza of this poem, ഈ പോയത്തിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസ. He who is wrapped in purple robes with planet in his care, had pity on the least of things asleep upon a chair. ഈ സ്റ്റാൻസയുടെ മീനിങ്: the purple color has long been associated with royalty, the color worn by Roman magistrate. It became the imperial color worn by the rulers of the Roman Empire and Roman Catholic bishops. ഇവിടെ പേർപ്പിൾ കളർ ഒരു രാജകീയമായിട്ടുള്ള കളറായിട്ടാണ് കാണുന്നത്. കാരണം അത് റോമൻ മജിസ്ട്രേറ്റ്സ് ആ കളറ് വസ്ത്രങ്ങളാണ് ധരിക്കുക. പിന്നെ റോമൻ എംപയറിലെ റൂളേഴ്സും ആ കളർ വസ്ത്രങ്ങളാണ് ധരിക്കുക. പിന്നെ റോമൻ കാത്തോലിക് ബിഷപ്സും ആ കളറിലുള്ള പേർപ്പിൾ കളറിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. ദ മോസ്റ്റ് പവർഫുൾ ഗോഡ് ഡ്രസ്ഡ് ഇൻ പേർപ്പിൾ റോബ്, symbol of power and high position, has control over all planets. പർപ്പിൾ റോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലോങ് ആയിട്ടുള്ളൊരു ഔട്ടർ ഗാർമെൻ്റാണ്. അത് ധരിച്ച നല്ല ശക്തിയുള്ള ദൈവത്തിന് എല്ലാ പ്ലാനറ്റിലുമുള്ള കൺട്രോളുണ്ട്. Such a powerful God showed pity on the priest, the silliest of God's creature. അങ്ങനെ ശക്തിയുള്ള ആ ദൈവത്തിൻ്റെ ഏറ്റവും ചെറിയ ക്രിയേച്ചറായ ആ പുരോഹിതനോട് ദയ തോന്നി. വേർഡ് മീനിങ് wrapped മീൻസ് covered. ഇവിടെ ഡ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. റോബ് എ ലോങ് ലൂസ് ഔട്ടർ ഗാർമെൻറ്റ് റീച്ചിങ് ടു ദ ആങ്കിൾസ്. നല്ല നീളമുള്ള ഒരു ലൂസായിട്ടുള്ള ഔട്ടർ ഗാർമെൻറ്റിനെയാണ് റോബ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഓഫ് തിങ്സ് ദ സില്ലിയസ്റ്റ് ക്രിയേച്ചർ. ലിസ്റ്റ് ഓഫ് തിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ജീവിക്കാണ് ലിസ്റ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള പോയം കംപ്ലീറ്റ് ആയി. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു റിമെമ്പർ. ദിസ് പോയം ഈസ് by the Irish poet William Butler Yeats. ഈ പോയം എഴുതിയിട്ടുള്ളത് വില്യം ബട്ട്ലർ ഈറ്റ്സ് ആണ്. ദിസ് ഇസ് എ ബാലഡ്. ഇതൊരു നാടൻ പാട്ടാണ്. ഇറ്റ് ഈസ് കംപ്രസ്ഡ് ഓഫ് 12 quatrains. Quatrains mean 4 line stanza. ഈ പോയം ഒരു 12 line stanzയാണ്. റൈം സ്കീം ABCB. ഈ പോയത്തിൻ്റെ റൈം സ്കീം ABCB ആണ്. അലിട്രേഷൻ. ഈ പോയത്തിലുള്ള അലിട്രേഷൻ: priest Peter, 4 halfers folk, no rest nor joy nor peace, die and die from the fields world with Mavron, the man main mind. Visual images കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു.
അതിൻ്റെ എക്സാമ്പിൾസ് ഗ്രീൻ സോട്സ്, റോക്കി ലെയിൻ, മോത്സ്, ദ പ്രീസ് റൈഡിങ് ദ ഹോഴ്സ്. ഈ ലൈൻസിലൂടെ നമുക്ക് ഒരു വിഷ്വൽ ഇമേജ്, ആ ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള ചിത്രം നമ്മളെ മനസ്സിൽ വരും. അതിനെയാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. സ്പാരോ, ഷീപ്പ്, വിസ്പറിംഗ് വിൻഡ്സ് ഒക്കെയാണ് ഓഡിറ്ററി ഇമേജസിൻ്റെ എക്സാമ്പിൾസ്. പേഴ്സോണിഫിക്കേഷൻ, ദ സ്റ്റാർ പീപ്പ് ആൻഡ് ദ സ്റ്റാർ ബിഗാൻ ടു പീപ്പ് എന്നുള്ളതൊക്കെ പേഴ്സോണിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ദ സ്റ്റാർ പീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർസ് എത്തി നോക്കുക എന്നതാണ്. സിമിലി, ദ മാൻ ഡൈഡ് മേരി ഹാസ് എ ബേർഡ്. ഒരാൾ ബേർഡിനെ പോലെ സന്തോഷമായിട്ട് മരിച്ചു എന്നുള്ളതാണ്. അത് സിമിലിൻ്റെ എക്സാമ്പിൾ. Refrain, the opening line, the old priest Peter Gilligan repeats 4 times, which can be taken as the example of refrain. The old priest Peter Gilligan എന്നുള്ള ലൈന് 4 പ്രാവശ്യം പോയത്തിൽ വന്നിട്ടുണ്ട്. അതിനെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. അനഫോറ, several lines are started with the word and, the repetition of the same word or phrase at the beginning of successive line. അനഫോറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസിൻ്റെ ബിഗിനിങ്ങിൽ വരുമ്പോഴാണ് അനഫോറ എന്ന് പറയുന്നത്. The lines, and the God covered the world with shade and whispered to mankind, make a symbolic allusion to the motherly care and concern of God toward its creature. And God covered the world with shade and whispered to mankind എന്നുള്ള ലൈന് അല്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അത് ഒരു മദർ അതിൻ്റെ കുട്ടീനോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് ഈ ലൈൻസിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ അമ്മയുടെ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ എല്ലാ ജീവജാലങ്ങളോടും കാണിക്കുന്നതെന്നാണ് പോയിറ്റ് പറയുന്നത്. നമുക്ക് ഈ സ്റ്റാൻസയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഹൂ മെയ്ഡ് ദ നൈറ്റ് ഓഫ് ദ സ്റ്റാർസ്? രാത്രിയിലെ നക്ഷത്രങ്ങളെ ആരാണ് ഉണ്ടാക്കിയത്? ഗോഡ് മെയ്ഡ് ദ നൈറ്റ് ഓഫ് ദ സ്റ്റാർസ്. ദൈവമാണ് രാത്രിയിലെ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയത്. ഹൂം ഡിഡ് ദ ഗോഡ് സെൻഡ് ഡൗൺ? ദൈവം ആരെയാണ് താഴോട്ട് അയച്ചത്? ഗോഡ് സെൻഡ് ഡൗൺ വൺ ഓഫ് ഹിസ് ഏഞ്ചൽ. ദൈവത്തിൻ്റെ ഒരു ഏഞ്ചലിനെയാണ്, മാലാഖയാണ് താഴോട്ട് അയച്ചത്. ഹൗ ഡിഡ് ഗോഡ് ഹെൽപ്പ് ഫാദർ പീറ്റർ ഗില്ലിഗൻ? എങ്ങനെയാണ് ദൈവം ഫാദർ പീറ്റർ ഗില്ലിഗനെ സഹായിച്ചത്? ഹീ സെൻഡ് വൺ ഓഫ് ഹിസ് ഏഞ്ചൽ ഡൗൺ ടു പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് ഫാദർ പീറ്റർ ഗില്ലിഗൻ. ദൈവം ഒരു മാലാഖയെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡ്യൂട്ടീസും ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് അയക്കുകയായിരുന്നു. Why is God described as one who is wrapped in purple robes? എന്തിനാണ് ദൈവം പേർപ്പിൾ റോബ്സിൽ റാപ്പ് ചെയ്തു എന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്? He is the priest of the priests. കാരണം അദ്ദേഹം പുരോഹിതന്മാരുടെ പുരോഹിതനാണ്. പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? പ്ലാനറ്റ്സ് ഇൻ ഹിസ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ പ്ലാനറ്റ് in this universe are all under his control and care. ഈ യൂണിവേഴ്സിലുള്ള എല്ലാ പ്ലാനറ്റ്സിൻ്റെ കൺട്രോളും അവൻ്റെ കയ്യിലാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് നോക്കാം. ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനിലെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ്. Let's revisit എന്ന പോർഷനിലെ ഫസ്റ്റ് ആക്ടിവിറ്റി. Answer the question by choosing the most appropriate answer for the option given below. താഴത്ത് നിന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ഉള്ള ആൻസർ കണ്ടെത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പീപ്പിൾ ഓഫ് ഫാദർ ഗില്ലിഗൻസ് പാരിഷ് വർ. ഫാദർ ഗില്ലിഗൻ്റെ ഇടവകയിലെ ആളുകൾ. ഓപ്ഷൻ 1, ടോയിലിംഗ് ഇൻ ദ ഫീൽഡ്, സഫറിംഗ് ഫ്രം ആൻ എപ്പിഡമിക്, സെലിബ്രേറ്റിംഗ് ഈസ്റ്റർ, നോഡിംഗ് ദെയർ ചെയർസ്. ഫാദർ ഗില്ലിഗൻ്റെ ഇടവകയിലെ ആളുകൾ ഒരു പകർച്ചവ്യാധി കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ ഓൾഡ് പ്രീസ്റ്റ് വാസ്. പ്രായം ചെന്ന പുരോഹിതൻ. ഫസ്റ്റ് ഓപ്ഷൻ എനർജറ്റിക്, സെക്കൻഡ് വിയറി, സി ഫ്രഷ്, ഡി ആംഗ്രി.
ആൻസർ സെക്കൻഡ് ഓപ്ഷനായ വിയറിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, മാവ്രോൺ മീൻസ്. മാവ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ മൈ ഡിയർ വൺ, ബി an expression of sorrow, സി God bless you, ഡി God be with you. ആൻസർ ബി ആയ an expression of sorrow, സങ്കടത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് മാവ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർത്ത്, ഫാദർ ഗില്ലിഗൻ awoke with a start, realizing that he had not. ഫാദർ ഗില്ലിഗൻ എണീറ്റു എന്നിട്ട് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല എന്നാണ്? ഫസ്റ്റ് ഓപ്ഷൻ done his duty, roused his horse, finished his homework, said his prayers. ആൻസർ ഫസ്റ്റ് ഓപ്ഷനായ done his duties, അദ്ദേഹത്തിൻ്റെ കടമകൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ വേർഡ് ഫ്ലോക്ക് ഇൻ ദ കോണ്ടസ്റ്റ് ഓഫ് ദ പോയം മീൻസ്. ഈ പോയത്തിലെ ഫ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. വേർഡ് ഫ്ലോക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ബി സ്പാരോ, സി സ്റ്റാർസ് ഇൻ ദ സ്കൈ, ഡി പീപ്പിൾ ഇൻ ദ പാരിഷ്. ആൻസർ ഓപ്ഷൻ ഡി ആയ പീപ്പിൾ ഇൻ ദ പാരിഷ് ആണ്. ഇടവകയിലെ ജനങ്ങളെയാണ് ഫ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു ഈസ് wrapped in the purple robes. ആരാണ് പേർപ്പിൾ റോബ്സിൽ ചുറ്റിയിട്ടുള്ളത്? ഓപ്ഷൻ ഫാദർ ഗില്ലിഗൻ, ബി സ്റ്റാർസ്, സി ഗോഡ്, ഡി സ്പാരോ. ആൻസർ സി ഓപ്ഷനായ ഗോഡാണ്. ഗോഡാണ് പേർപ്പിൾ റോബ്സിൽ ചുറ്റിയിട്ടുള്ളത്. സെവൻത് ക്വസ്റ്റ്യൻ, ദ എക്സ്പ്രഷൻ ഗ്രീൻ സോഡ് റെഫേഴ്സ് ടു. ഗ്രീൻ സോഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഗ്രീൻസ് converted over by green grass, B stars in the sky, C the people in the parish, D God's angel. Answer ഓപ്ഷൻ എ ആയ ഗ്രേസ് കവേർഡ് ഓവർ ബൈ ഗ്രീൻ ഗ്രാസ് എന്നതാണ് ഗ്രീൻ സോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെഫർ ടു ആസ് മോത്ത് ഹവർ ഓഫ് ഈവ്. മോത്ത് ഹവർ ഓഫ് ഈവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഡൗൺ, ഓപ്ഷൻ ബി നൂൺ, ഓപ്ഷൻ സി ഈവനിങ്, ഓപ്ഷൻ ഡി ദ നൈറ്റ് ഓഫ് ദ സ്റ്റാർസ്. ആൻസർ ഓപ്ഷൻ സി ആയ ഈവനിങ് ആണ്. വൈകുന്നേരത്തെയാണ് മോത്ത് ഹവർ ഓഫ് ഈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി 2, ദ പോയം ഈസ് ഇൻ ദ ഫോം ഓഫ് എ ബാലഡ്. ഈ പോയം എന്നുള്ളത് ഒരു നാടൻ പാട്ടിൻ്റെ രീതിയിലാണ്. എ ബാലഡ് ഈസ് എ പോയം ഓർ എ സോങ് നരേറ്റിംഗ് എ സ്റ്റോറി ഇൻ ദ ഷോർട്ട് സ്റ്റാൻസ. ഒരു ബാലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയമോ അല്ലെങ്കിൽ ഒരു കഥ നരേറ്റ് ചെയ്യുന്ന ഒരു സോങ്ങോ ആവാം. ഇങ്ങനെ ഷോർട്ട് സ്റ്റാൻസ് ആയിട്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് മേക്ക് ദിസ് പോയം എ ടിപ്പിക്കൽ ബാലഡ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ പോയം ഒരു ടിപ്പിക്കൽ ബാലഡ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്? എ ബാലഡ് ഈസ് എ ടൈപ്പ് ഓഫ് പോയം ഓർ സോങ് ദാറ്റ് ടെൽസ് എ ട്രാജിക് ഓർ ഹീറോയിക് സ്റ്റോറി ഇൻ സിമ്പിൾ ലൈൻസ് ബേസ്ഡ് ഓൺ എ സെൻട്രൽ ഹീറോയിക് ഇൻസിഡൻറ്റ്. ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിൽ സിമ്പിൾ ലൈൻസുള്ള ട്രാജിക്കായിട്ടോ അല്ലെങ്കിൽ ഹീറോയിക്കായിട്ടോ ഉള്ള സോങ്ങിനെയോ പോയത്തിനെയോ ആണ് എന്ത് പറയുക, ബാലഡ് എന്ന് പറയുന്നത്. ഇൻ ഇംഗ്ലീഷ് ട്രഡീഷൻ, ബാലഡ്സ് were often composed in quatrains, 4-line stanza with a rhyme scheme of ABCB. ഇംഗ്ലീഷ് ട്രഡീഷനിൽ ബാലഡ്സ് 4-line സ്റ്റാൻസ ആയിട്ടാണ്. അതിനെയാണ് ക്വാട്രെയിൻ എന്ന് പറയുന്നത്. ABCB എന്നുള്ള റൈം സ്കീമിലാണ് അതുണ്ടാവുക. The poem, The Ballad of Father Gilligan, is a typical ballad with all its features. The Ballad of Father Gilligan എന്നുള്ള പോയം ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ബാലഡാണ്. ഒരു ടിപ്പിക്കൽ ബാലഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതിനുണ്ട്. It tells a tragic story of an old priest and his parishioners. ഈ പോയം പറയുന്നത് ഒരു ട്രാജിക് സ്റ്റോറിയാണ്. ഒരു പ്രായം ചെന്ന പ്രീസ്റ്റ്, പുരോഹിതൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇടവക്കാരുടെയും ട്രാജിക് സ്റ്റോറിയാണ് പറയുന്നത്. ദ പോം ഈസ് കംപ്രൈസ്ഡ് ഓഫ് 12 quatrains, 4-line stanza, composed in simple lines maintaining the rhyme scheme ABCB. ഈ പോയം 12 quatrains ആയിട്ടാണ്. quatrains മീൻ 4-line stanza ആയിട്ടാണ്, സിമ്പിൾ ലൈൻസ് ആയിട്ടാണ് ഉള്ളത്.
പിന്നെ റൈം സ്കീം ABCB ആയിട്ടാണ് ഈ പോയം കമ്പോസ് ചെയ്തിട്ടുള്ളത്. Activity 3, textbook page number 93. How does Eat describe the character of Father Gilligan in the poem? എങ്ങനെയാണ് പോയറ്റായ ഈറ്റ്സ് ഫാദർ പീറ്റർ ഗില്ലിഗൻ്റെ ക്യാരക്ടർ, കഥാപാത്രം വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് വെബ്. ഈ തന്നിട്ടുള്ള വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനും. ഫാദർ ഗില്ലിഗൻ്റെ ക്യാരക്ടേഴ്സാണ്. പൈസ് ആണ്, സാഡ് ആണ്, കമ്പാഷനേറ്റീവ് ആണ്, ഡ്യൂട്ടിഫുൾ, ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്, ഹാർഡ് വർക്കിംഗ്, വിയറി, ഓൾഡ്. ഇതൊക്കെയാണ് ഫാദർ ഗില്ലിഗൻ്റെ ക്യാരക്ടേഴ്സ്. Activity 4, read the poem again and pick out an instance of simile used in the poem. പോയം വായിച്ചിട്ട് ഈ പോയത്തിലുള്ള സിമിലി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. Simile is a figure of speech by which a comparison is made using like or has. സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. അത് ഒരു കാര്യത്തിനെ കുറിച്ച് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമിലി ഉപയോഗിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യും ലൈക്ക് ഓർ ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇൻ ദ ലൈൻസ് വെൻ യു വർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. ദ പോയറ്റ് സേസ് ദാറ്റ് ദ മാൻ വാസ് ആസ് മെറി ആസ് എ ബേർഡ് വെൻ ഹി ഡൈഡ്. ഇവിടെ ഈ ലൈൻസ് വെൻ യു വർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്, ഇവിടെ പോയറ്റ് പറയുന്നത് ആ മനുഷ്യൻ മരിച്ചപ്പോൾ പക്ഷികളെപ്പോലെ സന്തോഷത്തിലാണ് മരിച്ചത്. ഇവിടെ പോയിട്ട് ആ മനുഷ്യനെ സന്തോഷമുള്ള പക്ഷികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. Activity 5, each uses a number of images in the poem to provide sensory experiences to the readers. പോയിട്ടായ ഈറ്റ്സ് ഈ പോയത്തിൽ കുറേ ഇമേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പോയത്തിൻ്റെ റീഡേഴ്സിന് സെൻസറി എക്സ്പീരിയൻസസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസ് ഓഫ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ഫ്രം ദ പോയം. ഈ പോയത്തിൽ നിന്ന് വിഷ്വലും ഓഡിറ്ററിയുമായ ഇമേജസ് നമ്മൾ കണ്ടെത്തണം. വിഷ്വൽ ഇമേജസിൻ്റെ എക്സാമ്പിൾ ഗ്രീൻ സോട്സ്, പ്രീസ് നോഡിങ് ഇൻ ദ ചെയർ, moths, പ്രീസ് റൈഡിങ് ഹിസ് ഹോഴ്സ് recklessly through the rocky lane and fen. ഈ എക്സാമ്പിൾസിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കുറേ ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ട്, വിഷ്വൽ ഇമേജസ് കിട്ടുന്നുണ്ട്. ഇനി ഓഡിറ്ററി ഇമേജസിൻ്റെ എക്സാമ്പിൾ സ്പാരോ ചീപ്പ്, വിസ്പറിങ് ഓഫ് ദ വിൻഡ്, സോഫ്റ്റ് സൗണ്ട് ഓഫ് ലീവ്സ് ഷേക്കിംഗ് ഇൻ ദ വിൻഡ്, ഫാദർ ഗില്ലിഗൻസ് ക്രൈ ഓഫ് സോറോ, മാവ്രോൺ മാവ്രോൺ എന്നൊക്കെയാണ്. ഓഡിറ്ററി ഇമേജസിലൂടെ നമുക്ക് ഓരോ കാര്യത്തിൻ്റെയും സൗണ്ടാണ് മനസ്സിലേക്ക് വരിക. ഓഡിറ്ററി ഓറലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലേക്ക് വരിക. Activity 6, the old priest Peter Gilligan was weary night and day, for half his folk were in their beds or under green sod lay. Once while he nodded in a chair, at the moth hour of the eve, another poor man sent for him, and he began to grieve. Look at the word given in the board. They are rhyming words. Pick out other rhyming words from the poem. Now identify and write the rhyme scheme of the poem ABCB. ഇവിടെ ബോൾഡ് അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ളത് അത് റൈമിംഗ് വേർഡ്സ് ആണ്. നമുക്ക് ഈ പോയത്തിലെ വേറെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് റൈമിംഗ് സ്കീം കണ്ടുപിടിക്കണം. അതർ റൈമിംഗ് വേർഡ്സ്, ഈ പോയത്തിലെ വേറെ റൈമിംഗ് വേർഡ്സ് ആണ് ഡൈ, ഐ, അസ്ലീപ്, peep, win, mankind, mow, flow, chair, care, fen, again, ego, fro, bird, word, bleed, need, care, chair. ഈ പോയത്തിലെ സ്കീം, റൈം സ്കീം ABCB ആണ്. Activity 7, the poem takes the form of a ballad, which is traditionally sung and has a stanzaic pattern, telling the story of Father Gilligan. ഈ പോയം ഒരു നാടൻ പാട്ടാണ്. അത് പരമ്പരാഗതമായിട്ടാണ് പാടിയിട്ടുള്ളതും. അത് 4 ലൈൻ സ്റ്റാൻസ പാറ്റേണിലാണുള്ളത്. ഈ ബാലഡ് ഫാദർ ഗില്ലിഗൻ്റെ കഥയാണ് പറയുന്നത്. You can see the lines moving back and forth between stress,
syllables. For example, I have no rest, nor joy, nor peace, for purely die and die. And after cried he, God forgive, my body spake, not I. Try to recite the poem. ഈ poem പാടാൻ ശ്രമിക്കുക. While reciting, give stress or emphasis to the syllables highlighted. പാടുന്ന സമയത്ത് ബോൾഡിലുള്ള വേർഡ്സ് സ്ട്രെസ് ചെയ്ത് പറയുക. ദ സ്ട്രെസ് പാറ്റേൺ ഗീവ് ദ പോയം എ റോക്കിംഗ് മോഷൻ. ഈ സ്ട്രെസ് പാറ്റേൺ ആണ് ഈ പോയത്തിനൊരു റോക്കിംഗ് മോഷൻ കൊടുക്കുന്നത്. നൗ റിസൈറ്റ് ദ പോയം ഇൻഡിവിജ്വലി ആൻഡ് ദെൻ ഇൻ ഗ്രൂപ്പ്സ്. ആദ്യം ഒറ്റയ്ക്ക് പാടി നോക്കുക, പിന്നെ ഗ്രൂപ്പായിട്ടൊന്ന് റിസൈറ്റ് ചെയ്ത് നോക്കുക. A syllable is a unit of speech sound comprising a vowel sound with or without surrounding consonant sound. സിലബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യൂണിറ്റ് ഓഫ് സ്പീച്ചാണ്. അതിൽ വവൽസിൻ്റെ സൗണ്ട് ഉണ്ടാവാം, വവൽസിൻ്റെ സൗണ്ട് ഇല്ലാതിരിക്കാം, എന്തുകൂടെ ഉണ്ടാവാം, കോൺസ്റ്റൻറ്റ് സൗണ്ടും ഉണ്ടാവാം. എക്സാമ്പിൾ, ഐ എം എ ബോയ്, ഞാനൊരു ബോയിയാണ്. Here each word has only a single vowel sound and such words are called monosyllabic words. ഇവിടെ ഈ സെൻറ്റൻസിൽ ഓരോ വേർഡിലും ഒരു വവൽ മാത്രമാണ്, വവൽ സൗണ്ട് മാത്രമാണുള്ളത്. അങ്ങനത്തെ വേർഡ്സിനെയാണ് മോണോസിലബിക് വേർഡ്സ് എന്ന് പറയുന്നത്. ദ വേർഡ് വാട്ടർ ആസ് 2 syllables and such words are known as dissyllabic words. വാട്ടർ എന്നുള്ള വേർഡ് 2 syllable വേർഡാണ്. കാരണം അവിടെ 2 വോവൽസിൻ്റെ സൗണ്ട് വരുന്നുണ്ട്, വ ആൻഡ് ട. സോ അങ്ങനെ 2 syllable വോവൽസിൻ്റെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ഡിസ്സിലബിക് വേർഡ്സ് ആണ്. തേർഡ് വൺ, ദ വേർഡ് syllabic contains 3 syllables and such words are called trisyllabic words. സിലബിക് എന്ന വേർഡിൽ 3 വവൽസിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. സി, ല, ബിഗ്, വൈ, എ ആൻഡ് ഐ. അങ്ങനെ 3 വവൽസിൻ്റെ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈസിലബിക് വേർഡ്സ്. വേർഡ്സ് ഹാവിങ് മോർ ദാൻ 3 syllables ആർ ജനറലി കോൾഡ് പോളിസിലബിക് വേർഡ്സ്. 3 വവൽസിൻ്റെ കൂടുതലായിട്ട് 4 or 5 വവൽസിൻ്റെ സൗണ്ട് ഒരു വേർഡിൽ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോളിസിലബിക് വേർഡ്സ് എന്നുള്ളത്. തിങ്ക് ഓഫ് റിസൈറ്റിംഗ് അനദർ സ്റ്റാൻസ ഫ്രം ദ പോയം വിത്ത് ദ സെയിം റിതം. ഈ സെയിം റിതത്തിൽ ഈ പോയത്തിലെ വേറൊരു സ്റ്റാൻസ റിസൈറ്റ് ചെയ്യുക. മാർക്ക് ദ സിലബിൾ വിച്ച് ഈസ് ടു ബി സ്ട്രെസ്. നമ്മൾ സ്ട്രെസ് ചെയ്ത് പാടേണ്ട സിലബിക് വേർഡ്സ് മാർക്ക് ചെയ്യുക. Once, while he nodded in a chair at the moth hour of the eve, another poor man sent for him, and he began to grieve. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again? Activity 8. Sit in groups and choreograph the poem. You may follow the steps given below. Groups ആയിട്ട് ഇരുന്നിട്ട് പോയത്തിൻ്റെ കൊറിയോഗ്രാഫി ചെയ്താണ്. യു മേ ഫോളോ ദ സ്റ്റെപ്സ് ഗിവൻ ബിലോ. നമുക്ക് താഴെ തന്നിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. റിസൈറ്റ് ദ പോയം ആൻഡ് പിക്ക് ഔട്ട് ഇമേജസ് ഫ്രം ഇറ്റ്. ഈ പോയം റിസൈറ്റ് ചെയ്തിട്ട് അതിലുള്ള ഇമേജസ് കണ്ടെത്തുക. ലിസ്റ്റ് ഔട്ട് ദ ഇവൻറ്റ്സ് ഇൻ ദ പോയം ആൻഡ് പ്ലാൻ ഹൗ ടു പ്രസൻറ്റ് ദം. ഈ പോയത്തിലുള്ള ഇവൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്തതെന്ന് തീരുമാനിക്കുക. റൈറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ കൊറിയോഗ്രാഫിങ് ദ പോയം. ഈ പോയം കൊറിയോഗ്രാഫിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തിരക്കഥ എഴുതുക. പ്രസൻറ്റ് ദ കൊറിയോഗ്രാഫി, എന്നിട്ട് കൊറിയോഗ്രാഫി പ്രസൻറ്റ് ചെയ്യുക. ദീസ് ആർ ദ സ്റ്റെപ്പ് ദാറ്റ് വി മസ്റ്റ് ഫോളോ വൈൽ മേക്കിംഗ് എ കൊറിയോഗ്രാഫി. ഈ സ്റ്റെപ്സൊക്കെയാണ് നമ്മളൊരു കൊറിയോഗ്രാഫി ഉണ്ടാക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. എ സ്ക്രിപ്റ്റ് ഫോർ കൊറിയോഗ്രാഫിങ് ദ പോയം. ഒരു പോയം കൊറിയോഗ്രാഫി ചെയ്യാനുള്ള തിരക്കഥ. ഫോർ വേരിയസ് കൈൻഡ്സ് ഓഫ് സ്റ്റേജ് പെർഫോമൻസ്. പലതരത്തിലുള്ള സ്റ്റേജ് പെർഫോമൻസിനും ഇത് ഉപയോഗിക്കും. ഇവൻ 1, ദ ചേംബർ ഓഫ് ഫാദർ ഗില്ലിഗൻ. ഫാദർ ഗില്ലിഗൻ്റെ ചേംബറിൽ ഇവൻ 1 അവിടെയാണ് നടക്കുന്നത്. അറ്റ് സൺസെറ്റ് ദർ ഈസ് എ പ്രസൻസ് ഓഫ് മോത്ത് അറൗണ്ട് ദ ലൈറ്റ്. സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് ലൈറ്റിന് ചുറ്റും ചെറിയ പുഴുക്കൾ കാണാൻ തുടങ്ങി.
Father Gilligan is seen sitting wearily on a chair. ഫാദർ ഗില്ലിഗനെ ചെയറിൽ ക്ഷീണിച്ച രീതിയിൽ ഇരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഹി സ്ലീപ്പി ആൻഡ് നോഡിങ് ഹിസ് ഹെഡ്. അദ്ദേഹം നല്ല പോലെ ഉറക്കം വന്നിട്ടുണ്ട്. എന്നിട്ട് തല ചെയറിൽ ചാരി വെച്ച് കിടക്കുകയാണ്. ഹി ഈസ് വെരി സാഡ് ആൻഡ് സോറോഫുൾ ആസ് ഹിസ് പാരിഷനേഴ്സ് ആർ സഫറിങ് ഫ്രം ആൻ എപ്പിഡമിക്. അദ്ദേഹം വളരെ സങ്കടത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇടവകക്കാർ എപ്പിഡമിക് പകർച്ചവ്യാധി കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ദിസ് ടൈം എ വോയിസ് ഇസ് ഹേർഡ് ഫ്രം ഔട്ട്സൈഡ് കോളിംഗ് ദ പ്രീസ്. ഈ സമയത്താണ് പുറത്തു നിന്ന് ഒരാൾ പുരോഹിതനെ വിളിക്കുന്നത് കേട്ടത്. എ വുമൻ ഈസ് yelling ഔട്ട്, "ഫാദർ, ഫാദർ, പ്ലീസ് കം ഫാസ്റ്റ്, മൈ ഹസ്ബൻഡ് ഈസ് അബൌട്ട് ടു ഡൈ." ഒരു സ്ത്രീ ഉച്ചത്തിൽ കരയുകയാണ്. "അച്ഛാ, അച്ഛാ, വേഗം വരൂ, എൻ്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്." Hearing this, he expressed his grief, grumbling, "I have no rest, nor joy, nor peace. My people die and die." ഇത് കേട്ടുകൊണ്ട് സങ്കടം അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. എനിക്ക് റെസ്റ്റില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല, എൻ്റെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. Soon he realized his mistake and cries in repentance to God, "Oh God, forgive me, my body's pig, not I." അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി ദൈവത്തോട് കുമ്പസരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, "ദൈവമേ, എനിക്ക് മാപ്പ് തരൂ, എൻ്റെ ശരീരമാണ് തളർന്നിട്ടുള്ളത്, എൻ്റെ മനസ്സല്ല." He kneels on the floor and sings in prayer. അദ്ദേഹം തറയിൽ മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് പ്രാർത്ഥനയിൽ മുഴുകി. He falls asleep, so leaning over the chair, forgetting about the dying man. അദ്ദേഹം ചെയറിൽ ഇരുന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അദ്ദേഹം ആ മരണപ്പെടാൻ പോകുന്ന ആളെ മറന്നുപോയി. Moth leave, darkness spread, stars appear in the sky. പുഴുക്കൾ പോയി, ഇരുട്ട് പടരാൻ തുടങ്ങി. നക്ഷത്രങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. Night become calm. രാത്രി ശാന്തമായി. Only the soft sound of leaves shaking in the wind is heard. കാറ്റിലൂടെ പറക്കുന്ന ഇലകളുടെ സൗണ്ട് മാത്രമാണ് ആ രാത്രിയിൽ കേട്ടുകൊണ്ടിരുന്നത്. ഫാദർ ഗില്ലിഗൻ സ്ലീപ് ടിൽ സൺറൈസ്. സൂര്യൻ ഉദിക്കുന്നത് വരെ ഫാദർ ഗില്ലിഗൻ ഉറങ്ങി. പ്രസൻസ് ഓഫ് മോത്ത് ഗെയിൻ, ബേർഡ് ചീപ്പ് ഈസ് ഹേർഡ്. പുഴുക്കൾ വന്നു തുടങ്ങി, പക്ഷികളുടെ ശബ്ദം കേട്ടു തുടങ്ങി. ഫാദർ ഗില്ലിഗൻ വേക്ക് അപ്പ് ഇൻ എ ഷോക്ക്. ഫാദർ ഗില്ലിഗൻ പെട്ടെന്ന് ഉണർന്നു. ഹി റിയലൈസ് ദാറ്റ് ഹി ഹാസ് ഫെയിൽഡ് ഇൻ ഡ്യൂട്ടീസ്. അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസൊക്കെ തെറ്റിച്ചു എന്നുള്ളത്. ഹി ക്രൈസ്, "മാവ്രോൺ, മാവ്രോൺ." അദ്ദേഹം മാവ്രോൺ, മാവ്രോൺ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. "ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദ ചെയർ." ആ മനുഷ്യൻ ഞാൻ ചെയറിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മരിച്ചുപോയി. ഹി റൗസസ് ഹിസ് ഹോഴ്സ് ആൻഡ് റൈഡ്സ് recklessly to the dying man's house. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുതിരയെ വിളിച്ചുണർത്തിക്കൊണ്ട് ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്തുകൊണ്ട് ആ മരിച്ച ആളുടെ വീട്ടിൽ പോയി. ഇനി ഇൻസിഡൻറ്റ് 2, ഇവൻറ്റ് 2 ആണ്. ദ ഹൗസ് ഓഫ് ദ ഡൈയിങ് മാൻ. ഇത് നടക്കുന്നത് മരിച്ച ആളുടെ വീട്ടിലാണ്. ഫാദർ ഗില്ലിഗൻ knocked at the door anxiously and the sick man's wife opened the door. ഭയങ്കര ആൻഷ്യസ് ആയിട്ട് ഫാദർ ഗില്ലിഗൻ വാതിലിൽ മുട്ടി. അപ്പോൾ ആ മരിച്ച ആളുടെ ഭാര്യയാണ് വാതിൽ തുറന്നത്. She asked in astonishment, "Father, you come again." ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു, "ഫാദർ, നിങ്ങൾ വീണ്ടും വന്നുവോ?" He asked sorrowfully, "Is the poor man dead?" She says, "Yes, he dead an hour ago." അച്ഛൻ സങ്കടത്തോടെ ചോദിച്ചു, "ആ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചുവോ?" അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, "മരിച്ചു, 1 മണിക്കൂർ മുന്നേ മരിച്ചു." നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ ഒരു പക്ഷി സന്തോഷത്തോടെ ഇരിക്കുന്നത്, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. Father realized that God had sent an angel instead of him to attend the dying man's last moments.
He becomes more devoted and kneels in prayer. He praises God, saying, അദ്ദേഹത്തിന് ദൈവഭക്തി കൂടി അദ്ദേഹം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ദൈവത്തെ പുകഴ്ത്തി. He who is wrapped in purple robes with planet in his care had pity on the least of things asleep upon a chair. The Ballad of the Father Gilligan എന്നുള്ള പോയത്തിൻ്റെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.